എല്ലാവർക്കും കെ പരിവാറിൻ്റെ ആദ്യത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ പേര് കാർത്തിക. ഞങ്ങൾ ഇന്നൊരു കുഞ്ഞു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ആ ട്രിപ്പിലെ വിശേഷങ്ങളാണ് എൻ്റെ ഈ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി, വണ്ടി ഇപ്പോൾ എത്തും. അപ്പോൾ ഞാൻ എവിടേക്കാണ്, ആരൊക്കെയുണ്ട്, എങ്ങനെയാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം വണ്ടിയിൽ കയറിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എവിടെയാ പോകുന്നതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എവിടെയാ പോണേ? മണലൂര് കായലോരം എന്ന് പറയുന്ന ഒരു ബോട്ടിങ്ങിനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുടെ കൊളീഗ്സും ശകുന്തലാൻ്റെ കൊളീഗ്സും പിന്നെ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഒരു മണിക്കൂറേ നമുക്ക് ഏകദേശം യാത്രയുള്ളൂ. അപ്പൊ നമ്മ എല്ലാവരും കൂടെ ഒരു 5 ഫാമിലി ഉണ്ട്. 5 ഫാമിലി 5 കാറിൽ പോണേലും ബെറ്റർ എല്ലാവരും കൂടെ ഒന്നിച്ച് അടിച്ചു പൊളിച്ച് ഒരു വണ്ടി പോണതല്ലേ. അപ്പൊ നമ്മ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ ബോട്ടിങ്ങിന്റെ പരിപാടികൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ യാത്രയൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഉണ്ണിയപ്പം എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. ഉണ്ണിയപ്പം നമ്മൾ കൊണ്ടുവന്നതാ. എല്ലാവരും ഒരേ സാധനം ഇതുപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്മിത ചേച്ചി വട്ടപ്പം ഉണ്ടാക്കിയിരുന്നു, ശകുന്തലാൻ്റെ പോർക്ക് ഉണ്ടായിരുന്നു, പിന്നെ കുറെ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം ഉണ്ണിയപ്പം എടുത്ത് എല്ലാവർക്കും കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ കായലോരം ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരം വൈകിയെന്ന് വിചാരിച്ചാലും നമ്മൾ നേരത്തെ എത്തി. 11:30 ആയപ്പോഴേക്കും എത്തി. 12 മണി തൊട്ട് 3 മണി വരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സമയം. 3 മണിക്കൂറാണ് ഇവിടെ ബോട്ടിങ് ഉള്ളത്. നമുക്ക് ഈ ഉച്ച സമയമാണ് കിട്ടിയത്. 3 സ്ലോട്ടായിട്ട് ഇവിടെ ഉണ്ട്. മോർണിംഗ് ഉണ്ട്, പിന്നെ നമ്മളുടെ സ്ലോട്ടുണ്ട്, പിന്നെ ഈവനിങ് 3 മണി തൊട്ട് 6 മണി വരെ വേറൊരു സ്ലോട്ടും കൂടി ഉണ്ട്. മണലൂർ എടുത്താട്ടോ ഈ കായലോരം ബോട്ടിങ്. ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇന്നിവിടെ ട്രിപ്പുണ്ട്. അപ്പോൾ നമ്മളെ കൂടെയല്ല, ഈ പിങ്ക് ചുരിദാറിൻ്റെ അമ്മ, ഈ വരുന്നതാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ട്രിപ്പ് അമ്മയുടെ കോളേജ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അവരാണ് ഈ നിൽക്കുന്നതൊക്കെ. അപ്പോൾ അവർക്കും സെയിം സമയം കേട്ടോ, 12 മണി തൊട്ട് 3 മണി വരെ. ഇവർ വൻ വൈബാണ്. ഇടയ്ക്ക് ഇതേപോലെ ഗെറ്റ് ടുഗെദറും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് ഇവർക്ക് കിട്ടിയതും ഈ സ്ഥലം തന്നെയായിരുന്നു, ഈ സമയം തന്നെയായിരുന്നു. അങ്ങനെ അമ്മയുടെ ഫ്രണ്ട്സൊക്കെ കൂടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ബോട്ട് പോയി കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ ബോട്ട് വന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അത് വന്ന് കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ അടിച്ചുപൊളി യാത്ര തുടങ്ങാനായിട്ട്. പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരഴും ത്രിഭുവന മടക്കി വണിരുന്ന രാജ്യങ്ങളിൽ ഫുഡൊക്കെ സെറ്റാക്കി വണ്ടിയിൽ എടുത്ത് ബോട്ടിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കും. കൃഷ്ണനെ കാണാൻ പുലർക്കാലെ ഫുഡ് ബോട്ടില വല്ലതും കൂടെ തന്നയക്കണം. നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർക്കാലെ പുറപ്പെടാം. അറിഞ്ഞു വല്ലതും കൂടെ
കൂടെ തന്നയക്കണം. ബോട്ടിലൊച്ച് ഇതാണ് നമ്മുടെ ജോഷി ചേട്ടൻ, നമ്മുടെ ബോട്ടിൻ്റെ സാരഥി. ജോഷി ചേട്ടൻ നമുക്ക് മയക്കിലൂടെ ആ കായലിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. വലതുഭാഗത്ത് കാണുന്നത് ജോയിയാട് കർഷന്റെ പ്രോപ്പർട്ടിയാണ്. ഈ കായലിൻ്റെ അടുത്തേ ഭാഗം ആങ്ങണ്ടിയൂരിൻ്റെ തീരദേശ പ്രദേശങ്ങളാണ്. ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഇത് വലത്തെ ഭാഗത്തു നിന്ന് ഇവിടെ ആങ്ങണ്ടിയൂർ ഒരു ചർച്ച് ഉണ്ട് നമ്മുടെ ഈ പുഴയുടെ തൊട്ട് സൈഡിൽ. അതിന് തൊട്ടടുത്തൊരു സ്കൂളും ഉണ്ട് പള്ളി നിർമ്മിതമായിട്ടുള്ളത്. ആ സ്കൂളിലോട്ടും അവിടേക്കും വരാനായിട്ടുള്ളൊരു കടത്തുവഞ്ചി. ഇത്രയും പാലങ്ങളൊക്കെ വന്നിട്ടും ഇപ്പോഴും അവിടെ കടത്തുവഞ്ചി നിലനിൽക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കേട്ടപ്പോൾ. ഈ പാലം പുളിക്കൽക്കടവ് പാലമാണ്. നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ടത് കൊണ്ടുവന്നു, അതാണ് രാജ്യങ്ങളിൽ ആ ചേട്ടന്മാർക്ക് കൊടുക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ നമ്മുടെ പിള്ളേരൊക്കെ കൂടെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചു തുടങ്ങി. ചേച്ചിമാരും കൂടെ കൂടിയിട്ടുണ്ട്. ആ സമയത്തിന് നമ്മുടെ രാജ്യങ്ങളിൽ താഴ്ന്ന് അടുത്ത ഐറ്റായിട്ട് കയറി വന്നത് പോർക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നാളികേര കൊത്തിട്ടിട്ടുള്ള പോർക്ക് കഴിക്കുന്നത്. നമ്മുടെ വീട്ടിൽ പോർക്ക് വരട്ടുമ്പോൾ ബീഫിലിടാറുണ്ട്, പോർക്കിൽ അങ്ങനെ ഇടാറില്ല. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ്. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് സ്മിത ചേച്ചിയും ചേട്ടനും പാട്ടൊക്കെ പാടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പേര് ജോഷി, ഞാൻ ഗ്ലോസറി ബോട്ടിംഗ് പോയിന്റിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ടീമായിട്ട് ബോട്ടിംഗ് ടൂറിസ്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനാമാക്കായലിലൂടെ. എനാമാക്കായൽ നേരെ കനോലി കനാലിൽ എൻ്ററായി. കനോലി കനാലിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെ നീണ്ടെടുക്കുന്ന ദേശീയ ജലപാതയിലൂടെ യാത്ര ചെയ്ത് നമ്മളിപ്പോൾ ഇതാ ഞങ്ങൾ ചേറ്റുവിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതു ഭാഗത്ത് കാണുന്ന ഈ നിധി കോട്ടേഴ്സ് പ്രത്യേകിച്ച് ഒരു പ്രത്യേകമായ രീതിയിൽ തയ്യാറാക്കിയൊരു റിസോർട്ടാണ്. കാരണം അത് ഒരു ഹൗസ് ബോട്ടിൻ്റെ ആകൃതിയിൽ തന്നെയാണ് അതിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇടതു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക ഹൗസ് ബോട്ടിൻ്റെ ആകൃതിയിലുള്ള ഒരു വീട് കണ്ടോ. അതിന് കയറാനായിട്ട് നമുക്ക് രണ്ട് കോണിപ്പടികൾ കാണാം, ഗ്യാങ്ങുകൾ കാണാം. ചുറ്റും വെള്ളമാണ്, അതിന് ചുറ്റും വെള്ളമാണ്. ഒരു ഹൗസ് ബോട്ട് എങ്ങനെ നിൽക്കുന്നു. ചുറ്റും കോൺക്രീറ്റിൽ നിർമ്മിതമാണത്, മരത്തെ കൊണ്ട് നിർമ്മിച്ച അതല്ല, കോൺക്രീറ്റിൽ നിർമ്മിതമായ ഒരു ഹൗസ് ബോട്ട് കൊണ്ട് കാണുമെന്ന് ഉദ്ദേശിക്കുന്നു. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് ചേറ്റുവയിലെ കാജ കമ്പനിക്കാരുടെ രാജ ഐലൻഡാണ് നമ്മുടെ ബോട്ടിന്റെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആയുർവേദ റിസോർട്ടാണ് ഇതിനകത്തുണ്ട്. ആദ്യം നമ്മൾ കാണുന്ന ഈ രാജ ഐലൻഡ്. രാജ ഐലൻഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്നത് രണ്ട് AC ഹട്ടുകളാണ്. ഒരു ഓലമേഞ്ഞ AC ഹട്ടും ഒരു ഷീറ്റിട്ട AC ഹട്ടും.
അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഞാൻ പറഞ്ഞു രാജ ഐലൻഡ്, അതിൽ കാണുന്ന 2 AC ഹട്ടുകൾ അതിൻ്റെ ഭാഗത്ത് കാണുന്നു. വീണ്ടും റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഓടിട്ട ബിൽഡിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഓടിട്ട ബിൽഡിങ്ങിലാണ് ഈ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നത്. ഒഴിച്ചിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടത്തുന്നത് ഈ ഓടിട്ട ബിൽഡിങ്ങിനകത്താണ്. നേച്ചുറൽ തെറാപ്പിയും ഒക്കെ നടക്കുന്നതിനകത്താണ്. കാണുന്ന ബിൽഡിങ്ങാണ് റൈറ്റ് സൈഡിൽ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ബിൽഡിങ്ങാണ്. ഇപ്പോഴും വർക്കിംഗ് തന്നെയാണ്. ഇത് COVID-19 വന്ന സമയങ്ങളിൽ കുറച്ച് അത് ഓഫ് ചെയ്തിട്ടിരുന്നു. പാലമാണ് ചിറ്റൂർ പാലം. നാഷണൽ ഹൈവേ 66 കടന്നു പോകുന്ന, നാഷണൽ ഹൈവേ 66 കടന്നു പോകുന്ന പാലമാണ്. പണ്ടത്തെ 17 തൊട്ട് 66. അങ്ങനെ വിശേഷങ്ങളൊക്കെ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിശന്നു. അപ്പോൾ ഇതേ എല്ലാവരും ഫുഡ് കഴിക്കാൻ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മ എന്നെ വിളിക്കാനായിട്ട് പിന്നെയും കയറി വന്നതാണ്. അപ്പോൾ ഇനി താഴെ പോയിട്ട് ഫുഡ് കഴിക്കണം. ഇവിടെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ഇതേ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനും അമ്മയും ഫുഡ് എടുത്തിട്ട് കഴിക്കാനിരിക്കാം. ഫുഡ് നമുക്ക് മീൻ കറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്, അച്ചാറുണ്ട്, പോർക്ക് കറിയുണ്ട്, പോർക്ക് വരട്ടിയതാണ്, സലാഡുണ്ട്, പപ്പടം. പോയി കഴിക്കാം. അടിപൊളി ഫുഡാണ്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതേ റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ബോട്ട് വളയ്ക്കാൻ പോവാന്ന് പറഞ്ഞു സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട്. ഇപ്പോൾ ഈ ബീച്ചിൻ്റെ ഈ കായലിൻ്റെ വലത്തോട്ടാണ് നമ്മൾ വളയ്ക്കുന്നത്. ഇടത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അറബിക്കടലാണ്. ചാവക്കാട് മൊനിക്കൽക്കട ഫിഷിംഗ് ഹാർബറാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ തിരിച്ചിട്ട് പോകുന്നത്. മീൻ പിടിക്കാനായിട്ട് അവിടെ വലയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബോട്ടിൽ കണ്ടോ മീൻ, ഇതിൻ്റെ ബാക്കിൽ ഒരു ചൂണ്ട കെട്ടിയിട്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ രാത്രിയൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു അടിപൊളി യാത്രയായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ട്രാവലറിൽ കയറിയിട്ടുണ്ട്. നമ്മളിനി വേറെ ഒരു സ്ഥലത്തൂടെ പോകുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ, മറൈൻ വേൾഡ്. ഇത് ചാവക്കാട് തന്നെയാണ്. ഇത് ഇന്ത്യസ് ലാർജസ്റ്റ് പബ്ലിക് അക്വേറിയമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ടിക്കറ്റ് എടുക്കണം നമുക്ക് ഉള്ളിൽ കയറാനായിട്ട്, അക്വേറിയം കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ചാർജസ് ആണ് കൊടുത്തിരിക്കുന്നത്. സീനിയേഴ്സിന് 60 വയസ്സ് എബോവ് 300, അഡൾട്ടിന് 350, ചിൽഡ്രൻസിന് 250. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനൊക്കെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരത്തെ ഉള്ളിലോട്ട് കയറാനായിട്ട് പോവാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം, അവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഫിഷ് തെറാപ്പി ഉണ്ടായിരുന്നു. നമ്മൾ കാലൊക്കെ ഷൂസൊക്കെ ഊരിയിട്ട് ആ വെള്ളത്തിൽ കാലിട്ടിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മീനൊക്കെ വന്ന് നമ്മുടെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെയാവും. ആദ്യം തന്നെ ചകുതലാൻറ്റി കയറിയിരുന്നു. ഞാനും തൊട്ട് പുറകെ കയറിയിട്ട് ദേ ഇരുന്നു. ഹായ് അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. കിറ്റ്ലിയാവും അതിങ്ങനെ കാലിൻ്റെ ഇടയിൽ വന്നിട്ട് ആക്കും. നല്ല നല്ല ഭംഗിയിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്ഥലം കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. കാണുന്നുണ്ടോ മീനുകളൊക്കെ അടിയിൽ വന്നിട്ട് കാലിൻ്റെ അടിയിലാണ് കേട്ടോ അവർ വരുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് അക്വേറിയുണ്ട്. ഓരോ അക്വേറിയത്തിലും ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റും നോക്കിയപ്പോൾ കണ്ടതാണ്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്
നമ്മൾ ഇത് അക്വറിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം അത് കിട്ടിയിട്ടുണ്ടെന്ന്. നേരിട്ട് കാണുമ്പോൾ ശരിക്കും ഭയങ്കര രസമാണ്. നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ ചാവക്കാട് ഇതുപോലെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അക്വേറിയം ഭയങ്കര രസമായി ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് നേരിട്ട് വന്ന് കാണണമെന്ന് ഞാൻ പറയുള്ളൂ. ഞാനതിൻ്റെ ലൊക്കേഷൻ ഇനിയും പറയാണ്ട് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണണം എല്ലാവരും. അപ്പോൾ ഈ അക്വേറിയമൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാന്ന്. കൈയൊക്കെ കഴുകി വരുമ്പോൾ 2-3 മണി അവരുടെ ഫുഡ് നമുക്ക് തരും. അപ്പോൾ നമുക്കത് ആ കുളത്തിലേക്ക് ആ മീനിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോഴേക്കും ഒരു ചാടി കറക്റ്റ് പിടിക്കും. ഭയങ്കര രസമായിരുന്നു ആ ഒരു സംഭവം. ഇങ്ങനെ ഫിഷിന് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഇവിടെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് കുട്ടികൾക്ക് തന്നെ മീൻ പിടിക്കാനായിട്ട് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ അതും ഇതിൻ്റെ പുറത്തുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പാർക്കുണ്ട്. അത് ഭയങ്കര രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കാര്യങ്ങൾ വേറെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ചെയ്യാനായിട്ട്. പിന്നെ 60D സിനിമാസ് ഉണ്ട്, ബമ്പർ കാർസ് ഉണ്ട്. ഇതിൻ്റെ പുറത്ത് ബീച്ചാണ്. ആ ബീച്ച് മഞ്ചവടി ബീച്ചാണ്. ആ ബീച്ചിൻ്റെ സൈഡിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഹോഴ്സ് ഡ്രൈവും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പുറത്ത് വേറെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരു മുടക്കു ദിവസമോ നിങ്ങൾക്ക് ഒഴിവുള്ളപ്പോഴോ ഇവിടെ ഒന്ന് വന്ന് കാണണം. എന്നാലേ ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ച ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യുക. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.